أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حسن بعدا لا شهدت فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كيف حوضك للأثر يوم نشر كتابها سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وأهلنا من الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لا عددهم في السماء سيدي خير النبي أنت تصلح بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനം. നമ്മളാരും സ്വർഗം കണ്ടിട്ടില്ല, നമ്മളാരും നരകവും കണ്ടിട്ടില്ല, നമ്മളാരും ഹിസാബ് കണ്ടിട്ടില്ല, മീസാൻ കണ്ടിട്ടില്ല, സിറാത്ത് പാലം കണ്ടിട്ടില്ല. അതൊന്നും കാണാനും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനോട് സാധിക്കില്ല. ഒരാൾക്ക് സിറാത്ത് പാലം മനസ്സിലായിട്ട് വിശ്വസിക്കുക എന്നുള്ളതുണ്ടാവില്ല. അതെങ്ങനെ മനസ്സിലാവും? മുടിയേക്കാൾ നിറമയായത്, വാളിനേക്കാൾ മൂർച്ചയുള്ളത്,
നരകത്തിന്റെ മേലെ കിട്ടത് കോടാനക്കോടി മനുഷ്യന്മാർക്ക് കടന്നു പോകാനുള്ളത്. അതെങ്ങനെ മനസ്സിലായി? അതൊരിക്കലും മനുഷ്യന് ചിന്തിക്കാൻ മനസ്സിലാകാനല്ല. മുടിയേക്കാൾ നേർമയായ കാണാൻ മാത്രം വലിപ്പുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മൂല്യം 70,000 വർഷത്തെ വഴിദൂരാണ് നരകത്തിന്റെ മേലെ. 70,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള നരകത്തിന്റെ മേൽഭാഗത്തൂടെ വലിച്ചെത്തിക്കുക. അയിമക്കൂടെ കോടിക്കണക്കിന് മനുഷ്യന്മാരെ നടന്നു പോകാൻ നമുക്ക് എങ്ങനെ മനസ്സിലാവും? സ്വർഗം, നരകം, ഹിസാബ്, മീസാൻ നമുക്ക് എങ്ങനെ മനസ്സിലാകാം? നമ്മൾ കരുതിയിരുന്ന മീസാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ പഴയ വർഷം ആൾക്കാരമായി മുങ്കർ നക്കീർ അലൈഹി വസ്സലാം എന്നിവരായ 2 മലക്കുകൾ, അത്തീബ് അലൈഹി വസ്സലാം എന്നിവരായ 2 മലക്കുകൾ കുറെ പഴയതും പുതിയതുമായ കടലാസ് എത്തി വരും. നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ അതിൽ ഒന്നിൽ ഹസനാത്തുകൾ എഴുതി, കുറെ പഴയതും കുറെ പുതിയതും കൂടി കുറെ പേപ്പർ. എന്നിട്ട് നല്ലൊരു തുലാസ്, നമ്മളൊരു വെള്ളമൊക്കെ തൂക്കമായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു തുലാസ്. എന്നാൽ അതിൽ ഒന്നിൽ ഹസനാത്ത് എഴുതിയ പഴയ ഏടെ കൂടി കൊടുക്കാം, ഒന്നിൽ സയ്യിആത്ത് എഴുതിയത് കൊടുക്കാം. അതെങ്ങനെ തൂക്കിയിട്ട് ഹസനാത്തിന്റെ ഏട് മുന്നിലാണെങ്കിൽ സ്വർഗത്തേക്ക്, സയ്യിആത്തിന്റെ മുന്നിലാണെങ്കിൽ അങ്ങനെ ഏട് തൂക്കുന്ന പരിപാടിയൊന്നല്ല, കുറെ പഴയ പേപ്പർ തൂക്കുന്ന പരിപാടിയൊന്നല്ല. മീസാൻ എന്ന് പറഞ്ഞാൽ ഹസനാത്ത് നേർക്ക് നേരെയാണ് തൂക്കുന്നത്, സയ്യിആത്ത് നേർക്ക് നേരെയാണ് തൂക്കുന്നത്. അത്തുലാത്ത് നമുക്ക് മനസ്സിലാവില്ല. ഇതൊന്നും മനസ്സിലായില്ല എന്നാൽ നമുക്ക് ഈമാൻ ഉണ്ട്. അതിനെന്താ നമ്മളെ ഈമാൻ പറഞ്ഞാൽ ഞമ്മക്ക് ഒരു കാര്യം മനസ്സിലായതാണ്. അതെന്താണെന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് മനസ്സിലായി. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-അമീനാണ് എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുഅ്മിനാവില്ല. നല്ല വിശ്വസ്തനായിരുന്നു എന്ന് മനസ്സിലാക്കിയവരാൾ നല്ല ഭംഗിയുള്ള ആളായിരുന്നു എന്ന് മനസ്സിലാക്കി അതുകൊണ്ടൊന്നും മുഅ്മിനാവില്ല. മുഅ്മിനാവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം. അതിന്റെ താഴെ ഒന്നും വിശ്വസിക്കാറില്ല. ഖുറൈശികൾക്കൊക്കെ വിശ്വസിക്കാനുള്ള ആളായിരുന്നു. അതൊക്കെ വിശ്വാസം വേണ്ട. എങ്ങനെ മുഅ്മിനാവണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം. എന്നാലും മുഅ്മിനാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്ന് വിശ്വാസം വന്നതിനാൽ നമുക്ക് സ്വർഗം വിശ്വാസമായി, നമുക്ക് നരകം വിശ്വാസമായി, നമുക്ക് മീസാൻ വിശ്വാസമായി, കിതാബ് വിശ്വാസമായി, ഖബർ വിശ്വാസമായി, എല്ലാം വിശ്വാസമായി. അതുകൊണ്ട് കുറഞ്ഞാൽ ഈമാൻ കുറയും, അതൻ കൂടിയാൽ ഈമാൻ കുറയും. ഈമാനിന്റെ കമാലിയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഷഹാദത്ത് കലിമയുടെ 2ാം ശക്തിയിൽ കണക്കിലാണ്. അതുകൊണ്ട് ഈമാൻ കുറവാകുന്ന ഏതൊരു മനുഷ്യനും നബിതങ്ങൾ നിസ്സാരമാവുകയാണ് ചെയ്യുക. എല്ലാ വിദഗ്ധക്കാരെയും പരിശോധിച്ചാൽ റബീഉൽ അവ്വൽ മാസം ആയാൽ നബിതങ്ങൾ എങ്ങനെയും ഒരു സാധാരണ മനുഷ്യന്റെ ആയി കിട്ടായിട്ട് തന്റെ പൊട്ടിയില്ല. നബിതങ്ങൾ കൽബിൽ നിന്ന് താഴെ കറങ്ങുന്നതാണ് ഈമാനിന്റെ മുഖാന്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ മുകളിലേക്ക് കയറുന്നതാണ് ഈമാനിന്റെ കമാല്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ. തുല്യതയില്ലാത്ത ഈമാനിന്റെ ഉടമയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഈമാൻ കൊണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു കച്ചവടത്തിന് വേണ്ടി പോയി മടങ്ങി വന്ന് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അബൂജാഹിൽ ചെന്നു. അബൂജാഹിൽ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, അന്നത്തെ പേര് അബ്ദുൽ കഅബാണ്. അബ്ദുൽ കഅബ, നീ വല്ലതും അറിഞ്ഞോ? ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞില്ലേ? ഒന്നും അറിഞ്ഞില്ല. എടാ, എന്റെ ചെങ്ങായില്ല മുഹമ്മദ് കൊണ്ട് ഉടനെ വീട്ടിലേക്ക് പോയി, ഒന്ന് കുളിച്ചു, വസ്ത്രം ധരിച്ചു, നേരെ പോയി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, ഞാൻ കേട്ടത് സത്യമാണോ? അതേ അബ്ദുൽ കഅബ, നിങ്ങൾ കേട്ടത് എന്നാൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വേറെ നിന്നോട് ആലോചിച്ചല്ല. ഇതാണ് ഈമാൻ. നബിതങ്ങൾ കൽബിൽ എത്ര കടന്നു വരുന്നോ അതാണ് ഈമാൻ. നബിതങ്ങൾ കൽബിൽ കറങ്ങിയ ഈമാൻ പോയി. നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനം ബേസ് അബ്ദുൽ എന്ന് പറയുന്നത്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള താൽപര്യമാണ്. മിഅ്റാജിന്റെ രാത്രിയിലെ ദിനങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയി 7 ആകാശങ്ങൾ കയറി പോയ വഴിയിലൂടെ മടങ്ങി വന്നു. നേരം പുലർന്ന് സ്വഹാബത്ത് വിശദീകരിച്ചു കൊടുത്തു. സ്വഹാബത്തെ, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് 7 ആകാശങ്ങളിലേക്ക് യാത്ര ചെയ്തു. ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടെ നിന്ന് 7 ആകാശങ്ങളിൽ പോയി തിരിച്ചു വന്നു. നേരം പുലർന്നപ്പോൾ ഞാൻ വീട്ടിലെത്തി, പള്ളിയിലെത്തി. ഇതിങ്ങനെ കേട്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ കപട വിശ്വാസി മുനാഫിക്കായ ചില ആൾക്കാരാണ്. ഓരോങ്ങനെ മെല്ലെ പുറത്തുകാരി സഹിക്കാൻ കഴിയില്ല, പുറത്തിറങ്ങി നേരെ അവർ പോയത് സദസ്സിൽ അപ്പോൾ ഇല്ലാതിരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്കാണ് ചെന്നിട്ട് ചോദിച്ചു. അബൂബക്കറെ അറിഞ്ഞോദിച്ചു. എന്തേന്ന് ചോദിച്ചു. ഒന്നും അറിഞ്ഞില്ലേ? മുഹമ്മദ് ഇന്ന് പറഞ്ഞല്ലേ എഴുതാൻ കേൾക്കുന്നുണ്ടോ ചോദിച്ചു. ഇല്ല. എന്നാലും ഇതുവരെ പറയാറുള്ള വർത്താനം പോലെയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി കിടന്നിറങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ 40ഓളം ദിവസം കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ മാത്രം എത്താറുള്ള ബൈത്തുൽ മുഖദ്ദസ് എന്ന ഫലസ്തീനിലെ വിശുദ്ധമായ ദേഹത്തിലേക്ക് പോയി എന്നാണ്. രാത്രി അവിടെ ചെന്നിട്ട് നിൽക്കുകയാണെങ്കിൽ തിരക്കുണ്ടാവില്ല. 7 ആകാശത്തും പോയി അവന്റെ റബ്ബിനെ നേരെ കണ്ട് സംസാരിച്ച് പോയ വഴിയിലൂടെ നടന്നു വന്ന് നേരം പുലർന്നപ്പോഴേക്ക് കിടക്കപ്പായിൽ വന്ന് കിടന്നു. ഇന്നലെ പറഞ്ഞത് രാവിലെ പറഞ്ഞത് സയ്യിദുനാ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ നബി അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു. എന്നാ അബൂബക്കർ അത് വിശ്വസിക്കുന്നു. നബി തങ്ങളെ കുറിച്ച് നമുക്ക് എന്താണ് മതിപ്പ്? അതാണ് ഈമാൻ. നബി തങ്ങളെ കുറിച്ച് എത്ര മതിപ്പില്ലേ? അതാണ് ഈമാന്റെ കുറവുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ കയറുന്നതിനനുസരിച്ച് ഈമാൻ കയറും. നബി തങ്ങൾ ഖൽബിൽ നിന്നിറങ്ങുന്നതിനനുസരിച്ച് ഈമാൻ ഇറങ്ങുകയും ചെയ്യും. ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ 2-3 ദിവസമായിട്ട് വലിയൊരു വിവാദം നടക്കുന്നുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നുന്നു, പക്ഷേ പേടിയായതുകൊണ്ട് ചോദിക്കാതിരിക്കുന്ന ഒരു വിഷയം നബി തങ്ങളുടെ വിവാഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ആരോടെങ്കിലും ചോദിക്കണമെന്ന് തോന്നലുണ്ട്, പക്ഷെ ചോദിച്ചാൽ എന്തൊക്കെ ആകാതൊരു പേടിയാണ്. പേടി നല്ലതന്നെ കേട്ടോ, പേടി നല്ലതന്നെ. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ചോദിക്കാൻ പേടിയാകുന്ന പലതും ഞങ്ങൾക്ക് തോന്നുകയാണ് നബിയേ. ചോദിക്കാൻ പേടിയാകുന്ന പലതും ഞങ്ങൾക്ക് തോന്നുകയാണ്. സ്വർഗത്തെപ്പറ്റി, നരകത്തെപ്പറ്റി, ഹിസാബിനെ പറ്റി, ഖവാഇനെ പറ്റി, ഖബറിനെ പറ്റി പലതും ഞങ്ങൾക്ക് തോന്നാണ്. ചോദിക്കാൻ പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദാലിക്കൽ ഈമാൻ. ആ പേടിയുടെ പേരാകുന്നു ഈമാൻ. അതിന്റെ പേരെന്നെയാണ് ഈമാൻ എന്ന് പറയുന്നത്. പേടി നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഠിക്കാതിരിക്കണമെന്നില്ല, പഠിക്കണം. പേടി വേണം, അതോടൊപ്പം പഠിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 വിവാഹം കഴിച്ചു. ഉമ്മത്തിന് 4 വിവാഹത്തിനുള്ള അനുമതിയും നൽകി. എല്ലാ മുഅ്മിനീങ്ങളായ ആളുകളുടെയും ഖൽബിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. സ്വാഭാവികമാണ്. വിശദമായി ഈ വസ്തുതകളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി തങ്ങളുടെ 1ാമത്തെ വിവാഹം മുതലുള്ള മുഴുവൻ കല്യാണങ്ങൾ പഠിക്കണം. 1-2 പഠിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുകയും. ആദ്യത്തെ വിവാഹം നടത്തുന്നത് സയ്യിദുനാ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഖദീജത്ത് റളിയല്ലാഹു അൻഹയാണ്. ആദ്യത്തെ കല്യാണം ഖദീജ ബീവിക്കാണ്. അന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സാണ്. ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. വിമർശകൻ പറയുന്നത് കേട്ടാൽ തോന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സമ്പന്നയായ ഒരു 40-കാരിയെ കിട്ടാണ്ടോ എന്ന് തിരഞ്ഞെടുക്കുന്നതാണ് എന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മൾ ചരിത്രം പഠിക്കണം എന്ന് പറയുന്നത്. ഷേഖ് ബനീ താലിബിൽ പച്ചിലകൾ തിന്നുകൊണ്ട് താമസിക്കുന്ന കാലം, അബൂ താലിബിന്റെ കുടുംബം താമസിക്കുന്ന പ്രദേശത്ത് ഭക്ഷണമില്ലാത്തതിനാൽ പച്ചില തിന്നിട്ട് പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് അബൂ താലിബ് എന്ന മൂത്താപ്പ നബിയോട് പറഞ്ഞു, പൊന്നാരമനെ, ആയിഷ എന്ന ഖദീജ എന്ന മുതലാളിയായ പെണ്ണെ ബിസിനസ്സിന് ആളുകളെ പറഞ്ഞേക്കാൻ വേണ്ടി റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നുണ്ട്. മോനെ,
മോനൊന്ന് പോയി വഴിയിൽ നിന്നാൽ അഥവാ കലക്ഷൻ കിട്ടിയാലേ ഒജീനം കഴിച്ചാലോ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ, ഒന്ന് പോയി വെക്കോ. പറയാൻ പ്രയാസമുണ്ട് അബൂ ത്വാലിബിന് തന്റെ മോനോട്, പക്ഷെ വേറൊരു വഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒജീനം കഴിക്കാൻ വഴിയില്ലാത്തതിനാൽ ഖദീജ ബീവി നടത്തുന്ന റിക്രൂട്ട്മെന്റ് റാലിയുടെ ബാക്കിൽ പോയി നിന്നു. കലക്ഷൻ കിട്ടി, കച്ചവടത്തിന് പോയി, വർദ്ധിച്ച ലാഭമുണ്ടായി. ഖദീജ ബീവി നബി തങ്ങൾക്ക് ഇരട്ടിക്കൂലിയും കൊടുത്തു. ആ പൈസ ആദ്യത്തെ അധ്വാനത്തിന്റെ പണം, ആ പൈസയും കയ്യിൽ പിടിച്ചിട്ട് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോ കൂടെയുണ്ടായിരുന്ന അടിമ സ്ത്രീ നബി തങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞു. ഖദീജ ബീവിക്ക് നബി തങ്ങളെ വിവാഹം കഴിച്ചാൽ തരപ്പെടില്ല എന്നുള്ളൊരാഗ്രഹം. ഒരിക്കലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ അങ്ങോട്ട് വിവാഹാലോചന നടത്തിയിട്ടില്ല. 25കാരനായ ഒരു യുവാവ്, വിമർശകർ പറയുന്നത് പോലെ സ്ത്രീകളിലേക്ക് ആവശ്യമുള്ളവനും സ്ത്രീ ലംബടനുമാണെങ്കിൽ എന്തുകൊണ്ട് 25 വയസ്സ് വരെ വിവാഹാലോചന നടത്തിയില്ല? അല്ലെങ്കിൽ 25-ലെങ്കിലും എന്തുകൊണ്ട് വിവാഹാലോചന നടത്തിയില്ല? അതാണ് പഠിക്കേണ്ട വിഷയം. ഒരിക്കലും നബി തങ്ങൾ ഖദീജ ബീവിയെ അങ്ങോട്ട് വിവാഹാലോചന നടത്തിയില്ല. ഖദീജ ബീവി ഇങ്ങോട്ടാണ് വിവാഹാലോചന നടത്തിയത്. ഒരു അടിമ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞയച്ചു, നീ മുഹമ്മദിന്റെ അടുക്കൽ പോകണം, വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കണം, ആളെ പറയണ്ട. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടിമ സ്ത്രീ നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു വിവാഹാലോചനയുണ്ട്, തൽക്കാലം കല്യാണത്തിന് സമ്മതമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം ചെയ്യാൻ പറ്റുന്ന ഒന്നും എന്റെ അടുക്കലില്ലല്ലോ, എന്റെ ഒന്നുമില്ലല്ലോ. അടിമ സ്ത്രീ മടങ്ങിപ്പോയി ഖദീജ ബീവിയോട് വിവരം പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ അടുക്കൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാവുന്ന ഒരാളാണ് വിവാഹാലോചന നടത്തുന്നത് എങ്കിലോ എന്ന് ചോദിക്കാൻ വേണ്ടി രണ്ടാമത് പറഞ്ഞു. ഉള്ളത് മതി എന്ന് വെക്കാൻ പറ്റുന്ന ഒരാളാണ് വിവാഹാലോചന നടത്തുന്നത്, എന്നാ കല്യാണത്തിന് തയ്യാറുണ്ടോ? അടിമ സ്ത്രീ രണ്ടാമതും വന്നു. നബി തങ്ങളോട് ചോദിച്ചു, നിങ്ങളടുക്കൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാവുന്ന ഒരാളാണ് വിവാഹാലോചന നടത്തുന്നതെങ്കിൽ വിവാഹത്തിന് തയ്യാറുണ്ടോ? മൂത്താപ്പാട് ചോദിച്ചു, കുടുംബത്തോട് ചോദിച്ചു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അവർക്കൊക്കെ സമ്മതാണെന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പ ആളെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാകുന്നു. നമ്മൾ വിമർശനം പറഞ്ഞേട്ടാ തോന്നും സാധാരണ ഗഫൂർ ഫാത്തിമാനെ കൃത്യമായി സത്താറും അലിയക്കുടിയെ കൃത്യമായിട്ട് ഒരു കല്യാണമായിരുന്നു. പാട്ട് കേട്ടാൽ നമ്മൾ തന്നെ തോന്നും, മാപ്പിളപ്പാട്ട് ഒപ്പനപ്പാട്ട് കേട്ടാൽ തോന്നും 4 ഖദീജ ചമഞ്ഞല്ലോ, 4 ഖദീജ ചമഞ്ഞല്ലോ. ഭയങ്കര ഒരുങ്ങി ചെയ്യാറായിരിക്കും. സാധാരണ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഭയങ്കര ആർഭാടമായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ഖദീജ ബീവി നബി തങ്ങൾ നടന്നത്. തോന്നും പാട്ട് കേട്ടാൽ തോന്നും. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീവി ഇങ്ങോട്ട് കല്യാണം ആലോചിച്ചു എന്ന് മാത്രമല്ല, നബി തങ്ങൾ ഖദീജ ബീവിക്ക് നൽകുന്ന മഹർ പോലും ആദ്യത്തെ ശമ്പളമാണ്. ആ ശമ്പളം കൊടുത്തത് തന്നെ ഖദീജ ബീവിയായിരുന്നു, ഭാര്യയായിരുന്നു. ഒരിക്കലും നബി തങ്ങൾ അങ്ങോട്ട് വിവാഹാലോചന നടത്തിയിട്ടില്ല. റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു കൂടെ പോയി. ഖദീജ ബീവിയുടെ പക്ഷത്ത് നിന്ന് ഏതാനും ആളുകൾ വന്നു. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന പേരായ ഖദീജ ബീവിയുടെ അമ്മാവൻ നബി തങ്ങൾക്ക് ഖദീജ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തു. ഖദീജ ബീവിന്റെ വാപ്പയായ ഖുവൈലിദ് അന്ന് ജീവിച്ചിരിപ്പില്ല, വല്യപ്പനും ജീവിച്ചിരിപ്പില്ല, ചേട്ടാനിതന്മാർ ആരുമില്ല, അമ്മോനാണ് ജീവിച്ചിരിക്കുന്നത്. വറഖത്ത് ഇബ്നു നൗഫൽ നബി തങ്ങൾക്ക് ഖദീജ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ വിവാഹം നടന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്താകുന്നത് വരേക്കും നബി തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. നബി തങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല. ഇനി ഖദീജ ബീവി വിവാഹം കഴിക്കുന്നതിൽ എന്തായാലും സെക്സ് ഒരാൾ ചോദിച്ചാൽ സെക്സ് പഠിച്ച് മറുപടി പറഞ്ഞാൽ മാത്രമേ അത് കിട്ടാവുള്ളൂ. വേറെ നമ്മളെ എന്ത് പറഞ്ഞ കാര്യമില്ല, വേറെ എന്ത് പറഞ്ഞ കാര്യമില്ല. എന്താണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിനനുസരിച്ച് മറുപടി അറിയണം. ഹിന്ദിയിലെ ചോദ്യം ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിന് ഉത്തരം മനസ്സിലാക്കാൻ
കണക്ക് ചോദിക്കുകയാണ്. അപ്പൊ അറബി പറയും. തെറ്റ് ഒരാൾ ചോദിക്കുന്നതിന് മണി ചെയ്യും, പറഞ്ഞതിന് മണി ഉണ്ടാകാറില്ല. എന്താണ് സ്ത്രീകളുമായുള്ള സെക്സ് എന്ന് പറയുന്നത്? ഒരു പെണ്ണിന്റെ 40ാമത്തെ വയസ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഭർത്താവിലേക്ക് ആവശ്യമുള്ള സമയം. ആധുനിക സെക്സോളജി പറയുന്നതനുസരിച്ച് തന്നെ സ്ത്രീയുടെ ഏറ്റവും സെക്സ് കത്തി നിൽക്കുന്ന പ്രായം എന്ന് പറയുന്നത് 40 വയസ്സാണ്. 40 വയസ്സാണ്. 40 വയസ്സുകാരിയായ ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ ഒരു പുരുഷന് കഴിഞ്ഞാൽ ഭൂമിലോകത്തെ ഏറ്റവും കഴിവുള്ള പുരുഷനാകുന്നു. ഖദീജ ബീവിയെ ജീവിതങ്ങൾ വിധേയമാക്കി. എങ്ങനെയെന്നറിയുന്നത്? സ്ത്രീകൾ സാധാരണയായി വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്തത് സമ്പത്താണെങ്കിൽ ഒരു മണി ഗോതമ്പ് പോലും ബാക്കി വെക്കാതെ മുഴുവനും ഖദീജ ബീവി ജീവിതങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിൽ വിധേയപ്പെടുത്തി. 40കാരിയായ ഭാര്യയെ തൃപ്തിപ്പെടുത്തി എന്ന് മാത്രമല്ല, അവസാനത്തെ കാതിലെ സ്റ്റെഡും ഭർത്താവിന് കൊടുക്കുന്ന തരത്തിൽ തൃപ്തിപ്പെടുത്തിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ആൺകുട്ടിയാകും ഞാൻ എന്ന് തെളിയിച്ചു. അതാണ് ഖദീജ ബീവി തമ്മിലുള്ള വിവാഹം. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ അർഹതയുള്ള ഒരു ആൺകുട്ടിയാണ് എന്ന് തെളിയിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ കാണുന്നില്ലേ? റിസർച്ച് ആരും പുറത്ത് പറയേണ്ട. 40 വയസ്സായ ഭാര്യയും 40 വയസ്സായ ഭർത്താവും തമ്മിലുള്ള ജീവിതം പരിശോധിച്ചിട്ട് പറയും. 40കാരിയായ ഒരു ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഒരു പുരുഷന് കഴിയലാകുന്നു. പുരുഷന്റെ ഏറ്റവും വലിയ കഴിവെങ്കിൽ 100% ഖദീജ ബീവി ജീവിതങ്ങൾക്ക് വിധേയപ്പെട്ടു എന്ന് മാത്രമല്ല, പുണ്യനബി തന്നെ പറഞ്ഞു, അശ്റഖതനി ബിമാലിഹാ ദീന ഹറമനിന്നാസ്. അശ്റഖതനി ബിമാലിഹാ ദീന ഹറമനിന്നാസ്. ജനങ്ങൾ എല്ലാവരും എന്നെ തടഞ്ഞപ്പോ എന്റെ ഖദീജ അവിടുത്തെ സമ്പത്തിൽ എന്നെ പങ്കു ചേർത്തിരിക്കുന്നു എന്ന് പുണ്യനബി തന്നെ പറഞ്ഞു. നിമിഷങ്ങൾ വിവാഹം ചെയ്തതിനു ശേഷം ഖദീജ ബീവിക്ക് സ്വത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല. എത്ര സ്വത്തിനോട് മനസ്സിലാക്കണം, അപ്പോഴത് കിട്ടുള്ളൂ. ചെറിയ സ്വത്ത് ഖദീജ ബീവിന്റെ ഒരു കച്ചവട സംഘം പറഞ്ഞാൽ, ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ 40 ഒട്ടകങ്ങളാണ്. 40 ഒട്ടകങ്ങൾ ഒരു കച്ചവട സംഘം പോകുമ്പോൾ 40 ഒട്ടകങ്ങൾക്കും ചുമക്കാൻ മാത്രം പാണ്ഡം കണ്ടു. 40 ഒട്ടകപ്പുറത്തും ഓരോ ആൾക്കാരുണ്ടാവും. ഓരോ ആളുകൾ ഓരോ വീട്ടിൽ നിന്നുള്ളതാണ്. ഒരു ഒട്ടകം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഒരു വർഷത്തെ വരുമാനമാണ്. ഒറ്റ കച്ചവടമാണ് ഇത് പറയുന്നത്. 40 ഒട്ടകമുള്ള ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ 40 കുടുംബത്തിന്റെ ഒരു കൊല്ലത്തേക്കുള്ള വരുമാന മാർഗമാണ് ഒട്ടകം. ആ ഒട്ടകത്തിന്റെ ചുമക്കാനുള്ള പാണ്ട് എന്ന് പറഞ്ഞാൽ 40 കുടുംബം. സാധാരണയായി കച്ചവട സംഘം പോകുമ്പോൾ 40 പോകും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കച്ചവട സംഘമുണ്ട്. ആ കച്ചവട സംഘത്തിൽ 40 ഒട്ടകങ്ങളുണ്ട്. 40 ഒട്ടകം 40 കുടുംബത്തിൻ്റെതല്ല, ഒരാളുടേതാണ്. സയ്യിദത്തുനാ ഖദീജ. അങ്ങനത്തെ ഒരു സംഘമല്ല, ധാരാളം സംഘങ്ങളുടെ ഉടമയാണ് ഖുവൈലിദിന്റെ മകളായ സയ്യിദത്തുനാ ഖദീജ. അങ്ങനത്തെ ഒരു മുതലാളിപ്പണിനെ കിട്ടാൻ തോന്നി നബി തങ്ങൾ അങ്ങോട്ട് ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. പിന്നെയോ ആ മുതലാളിയായിരുന്ന സ്ത്രീ ഇങ്ങോട്ട് അന്വേഷിച്ചതാണ്. മകൾ തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ളത് മതി എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഖദീജ ബീവി വഫാത്താവുന്നവരെ നബി തങ്ങൾ വേറെ വിവാഹം കഴിച്ചില്ല. ഖദീജ ബീവി വഫാത്തായപ്പോൾ നബി തങ്ങൾ വിവാഹം കഴിച്ചത് സൗദാ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവർ വിധവയായിരുന്നു. നേരത്തെ ഒരാൾ വിവാഹം കഴിച്ചതിന് ശേഷം ആ ഭർത്താവ് ഒഴിവായി നബി തങ്ങൾ വിവാഹം കഴിക്കുന്ന വിധവയായിരുന്നു സൗദാ ബീവി റളിയല്ലാഹു അൻഹ. കന്യകയായി ഒരു പെണ്ണിനെ മാത്രമേ നബി തങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ. മൂന്നാമത്തെ വിവാഹമാണ് ആയിഷ ബീവി. സൗദാ ബീവിന്റെ കഴിഞ്ഞിട്ട് ആയിഷ ബീവി വിവാഹം. ആയിഷ ബീവിയുടെ വിവാഹമാണ് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടത്. വിമർശകർ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്നത് ആയിഷ ബീവിന്റെ ജീവിതത്തിലുള്ള വിവാഹമാണ്. ചെറിയ കുട്ടികളെ കല്യാണം കഴിച്ചിട്ടുള്ളത്. 6ാമത്തെ വയസ്സിൽ ആയിഷ ബീവി വിവാഹം കഴിച്ചു എന്നത് ശരിയാണ്.
എന്നാണ് നബിതങ്ങളുമായി ഷാഫിയും തമ്മിൽ ഒരുമിച്ച് താമസിച്ചത് 9-ാമത്തെ വയസ്സിലാണ്. ഇന്നും പെണ്ണുങ്ങൾക്ക് പ്രായം കഴിയുന്ന സമയം 9 തന്നെയാണ്. പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് നബിതങ്ങളുമായി ഷാഫിയും ഒരുമിച്ച് താമസിച്ചത് എന്ന വസ്തുത അവർക്ക് അന്വേഷിക്കാനായിട്ട് വിമർശകർക്കുണ്ടോ? എന്നെങ്കിലും ഒരുമിച്ച് താമസിച്ചതെന്ന് അന്വേഷിക്കാൻ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയാകുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എന്താ ആയിഷ ബീവിയെ നബിതങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിൽപ്പെട്ട ആളല്ല. ഹാഷിമിന്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരക്കാണ് അഹ്ലുബൈത്ത് എന്ന് പറയാം. അതുകൊണ്ട് നബിതങ്ങളുമായി ഒരു കുടുംബബന്ധം ഉണ്ടാക്കാൻ സിദ്ദീഖിന്റെ മുമ്പിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, മകളെ കെട്ടിച്ചു കൊടുക്കാൻ. സിദ്ദീഖിന്റെ മുമ്പിൽ ആ ഒരു വഴി മാത്രമാണ് മകളെ കെട്ടിച്ചു കൊടുക്കല്. പക്ഷെ അത് എങ്ങനെ പറയും നബിതങ്ങളോട്? ഒരു പാത്രം എടുത്തു, ഒരു സ്ഫടികത്തിന്റെ പാത്രമെടുത്തു, ഒരു പളുങ്ക് പാത്രമെടുത്തു. ആ പളുങ്ക് പാത്രത്തിലേതാനും ചുവന്ന നിറത്തിലുള്ള റോസാ പൂക്കൾ വെച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ അത് കൊടുത്തു. നബിതങ്ങളുടെ അടുക്കൽ ഈ റോസാ പൂവിന്റെ പാത്രവുമായി നീ പോകണം, ഈ പൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. ആയിഷ ബീവി ആ പാത്രവുമായി പോയി. നബിതങ്ങൾ അതിൽ നിന്നൊരു പൂവെടുത്തു. ഇഷ്ടമാണെന്ന് മനസ്സിലായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 6-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 9-ാമത്തെ വയസ്സിൽ പ്രായം തികഞ്ഞതിന് ശേഷം അവർ വീട് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ കാലം താമസിച്ചത് സയ്യിദത്തുനാ ആയിഷ. ഒരുപാട് വിഷയങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൊരു തർക്കം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആനന്ദം എന്ന് പറയുന്നത് ലൈംഗികാനന്ദം മാത്രമാകുന്നു എന്ന് മനസ്സിലാക്കിയവർക്കാണ്. നല്ലോണം പഠിക്കേണ്ട വിഷയട്ടോ, നല്ലോണം പഠിക്കണം. ലൈംഗികത സെക്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ആനന്ദത്തിന് വേണ്ടിയാണ്. പരിശുദ്ധമായ ഖുർആൻ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആനന്ദത്തിന് വേണ്ടി തന്നെയാണ്. സൂറത്തുർ റൂമിന്റെ 24-ാമത്തെ ആയത്ത് ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാകുന്നു അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ അൻഫുസിൽ നിന്ന് തന്നെ നിങ്ങൾ ഇണകളെ പടച്ചിരിക്കുന്നു എന്നത്. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ ആനന്ദത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. കല്യാണം കഴിക്കാൻ പറയുന്ന ആനന്ദത്തിലാണ് തർക്കമില്ല. ആനന്ദം എത്ര തരത്തിലുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ലൈംഗികമായ ആനന്ദമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സെക്സിന്റെ ആചാര്യനായി അറിയപ്പെടുന്ന ഓഷോ രജനീഷ് 2 ആനന്ദങ്ങൾ അയാൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാടുന്ന ഹൃദയം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 2 തരം ആനന്ദങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ബ്രഹ്മാനന്ദമാണ്, രണ്ടാമത്തേത് വിഷയാനന്ദമാണ്. നല്ലോണം വിഷയം പറഞ്ഞാൽ ലൈംഗികത. ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് ദൈവാനന്ദം, ഇലാഹുമായി അള്ളാഹുമായി ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ആനന്ദം. അള്ളാഹുവുമായി ഒരു മനുഷ്യൻ അടുപ്പം ഉണ്ടാകുമ്പോൾ സെക്സിന്റെ ക്ലൈമാക്സിൽ ഒരാൾ അനുഭവിക്കുന്ന ആനന്ദം എന്താണോ അതേ ആനന്ദമാണ് കിട്ടുക എന്നത് ഏറ്റവും ആധുനികനായ സെക്സിന്റെ ആചാര്യൻ ഓഷോ രജനീഷ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. മറ്റേത് 2 ഒന്നാണെന്ന് അയാൾ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ആനന്ദങ്ങളെ പരിചയപ്പെടുത്തി. ഒരേ ഹദീസ് തന്നെ 3 കാണാം. نكتب إلي من دنياكم الطيب والنساء وقرة عيني في الصلاة. نكتب إلي എന്നിലേക്ക് ഇഷ്ടപ്പെടുത്തപ്പെട്ടിരിക്കുന്നു മിൻ ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന്, അത്തീബ് വന്നിസാ, സുഗന്ധവും സ്ത്രീകളും, വഖുറത്തു ഐനി ഫി സ്വലാത്ത്, നിസ്കാരത്തിലെ കണ്ണിന്റെ കുളിർമയും. 3 1 വാസനാനന്ദം, 2 വിഷയാനന്ദം, 3 1 വാസന കൊണ്ടുള്ള ആനന്ദം, 2 സ്ത്രീകളെ കൊണ്ടുള്ള ആനന്ദം, 3 നിസ്കാരത്തിലെ ആനന്ദം. ഇനിയും ഒരുപാട് ആനന്ദങ്ങളുണ്ട്. 11 തരം ആനന്ദങ്ങൾ പ്രധാനമായിട്ട്. 11 തരം. വിമർശകൻ മനസ്സിലാക്കിയത് ലൈംഗിക അവയവം കൊണ്ട് മാത്രമാണ് ആനന്ദം എന്നാണ്. അവനാണ് ആയിഷ ബീവിയുമായി നിബിധങ്ങൾ നടന്ന വിവാഹത്തിൽ സംശയമുണ്ടാകാം.
വിഷയാനന്ദമാണ്, ലൈംഗികാനന്ദമാണ് ആയിഷ ബീവിയും നബിയും തമ്മിൽ ഉള്ളതെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം നബിയോടൊപ്പം താമസിച്ചത് ആയിഷ ബീവിയല്ലേ? ചുരുക്കി കൂട്ടിക്കൂടി 10 കൊല്ലം. എല്ലാ കേടും വെച്ച് 10 കൊല്ലം കൂട്ടാം. 10 കൊല്ലാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈംഗികതയിലേക്ക് വളരെ താല്പര്യമുള്ള ആളായിരുന്നുവെങ്കിൽ, ലൈംഗികതയിൽ മതിമറന്ന ആളായിരുന്നെങ്കിൽ 1 കൊല്ലത്തിന് 1 വീതം കൂട്ടിയാൽ 10 കുട്ടിയുണ്ട്. ആയിഷ ബീവിക്ക് മക്കളില്ല. ആയിഷ ബീവിക്ക് മക്കളില്ല. പിന്നെന്താണ് ആയിഷ ബീവി നബിതങ്ങളിൽ നിന്ന് അനുഭവിച്ചത്? അവിടെയാണ് സെക്സ് പഠിക്കേണ്ട വിഷയമാകുന്നത്. അവിടെയാണ് സെക്സ് പഠന വിഷയമാകുന്നത്. ലൈംഗികത കൊണ്ട്, ലൈംഗികാവയവങ്ങൾ കൊണ്ട് മാത്രമാണ് സെക്സെന്നോ ലൈംഗികാവയവം കൊണ്ട് മാത്രമാണ് സെക്സിൽ ലഭിക്കുന്ന ആനന്ദമെന്നോ മനസ്സിലാക്കരുത്. ആനന്ദങ്ങൾ ഒരുപാട് വിഷയങ്ങളെ കൊണ്ടിട്ട് സെക്സുകൾ തന്നെ ഒരുപാടായിട്ടുണ്ട്. നമ്മളെ പ്രപഞ്ചത്തിൽ കാണുന്ന മനുഷ്യനല്ലാത്ത ജീവികളെ പരിശോധിച്ചാൽ വ്യത്യസ്ത സെക്സുകൾ കാണാൻ പറ്റും. നാടൻ ഒരു ഉദാഹരണം, ഒരു നായയും ഒരു പട്ടിയും. അവരുടെ സെക്സ് എങ്ങനെ? ഒരു പട്ടി ഓടുന്നു, അതിന്റെ പിന്നാലെ കുറെ നായ്ക്കൾ ഓടുന്നു. നേരെ തിരിച്ച് മയിലെടുത്തോളി. ഒരു പെൺമയിൽ ഒരു ആൺമയിൽ നിന്ന് ആടുന്നു, അതിന്റെ പിന്നാലെ കുറെ പെൺമയിലുകൾ ഓടുന്നു. അപ്പൊ തന്നെ നേരെ എതിരെ. നായയുടെ സെക്സും മയിലിന്റെ സെക്സും എതിരെ. ലോകത്ത് ഒരുപാട് ശക്തികളുണ്ട്. ഓശോലതിരീത് തന്നെ പറയുന്നുണ്ട്, കുയിൽ പാടുന്നത് സെക്സാകുന്നു, മയിൽ ആടുന്നത് സെക്സാകുന്നു, പൂ വിരിയുന്നത് സെക്സാകുന്നു, മരങ്ങൾ കായ്ക്കുന്നത് സെക്സാകുന്നു, മാവ് പൂക്കുന്നത് സെക്സാകുന്നു. എല്ലാം നമ്മൾ കാണാൻ എല്ലാവരും ചെയ്യും. മനുഷ്യൻ ധരിക്കുന്നത് സെക്സാണ്, മുല പിടിക്കുന്നത് സെക്സാണെന്ന് ഓശോലതിരീത് പറഞ്ഞു. അതിലൊരു അബദ്ധമുണ്ട്. ഏറ്റവും പവിത്രമായ അവരിനെ മോശമായി അവതരിപ്പിക്കാനാണ് അയാളത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിലൊരു തത്വമുണ്ട്. അയാള് ഏറ്റവും പവിത്രമായ മുഴുവൻ വിഷയങ്ങളെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതവിടെ മാറ്റി വെക്കാം. പക്ഷെ അയാൾ പറഞ്ഞതിലൊരു തത്വമുണ്ട്. മനുഷ്യന്റെ ജന്മം തന്നെ സെക്സിൽ നിന്നുള്ളതാണ്. അതിലൊരു ആനന്ദമില്ലെങ്കിൽ ഒരിക്കൽ പ്രസവിച്ച പെണ്ണ് പിന്നെ പ്രസവിക്കാൻ തയ്യാറാവില്ല. മരണത്തിന്റെ പകുതി വേദന. ആ വേദനയിൽ ഒരു ആനന്ദമില്ലേ? ഇല്ലെങ്കിൽ എങ്ങനെ അവർ രണ്ടാമത് പ്രസവിക്കാൻ തയ്യാറാകുന്നത്? ആനന്ദം എന്ന് പറയുന്നത് ലൈംഗികാവയവം കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നവനെ അബദ്ധപ്പെടുത്തി. അവന് ആയിഷ ബീവി നബി തമ്മിലുള്ള ജീവിതം എന്താണെന്ന് മനസ്സിലാവില്ല. ആനന്ദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജ്ഞാനാനന്ദമാകുന്നു. വിജ്ഞാനാനന്ദമാണ്. നാടൻ ഉദാഹരണം, ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല, ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. പുതിയാപ്പളിനോട് പിണങ്ങിയിട്ട് മോള്, നമ്മളെ മക്കള് മോള് പുതിയാപ്പളിനോട് പിണങ്ങിയിട്ട് ഓനെ തിരിഞ്ഞ് പോകാനാവൂല എന്ന് തോന്നുമ്പോൾ ആദ്യം പറയുന്ന വാപ്പ ഞാൻ പഠിക്കാൻ പോവാണ്. ഇത് വെറുതെ പറയണതല്ല. എന്തുകൊണ്ട് അവർക്ക് പഠിക്കാൻ പോകാൻ തോന്നി? എന്തുകൊണ്ട് അവർക്ക് പഠിക്കാൻ പോകാൻ തോന്നി? ലൈംഗികാനന്ദത്തെക്കാൾ വലുതാകുന്നു വിജ്ഞാനാനന്ദം. ഒന്ന്, ലൈംഗികാനന്ദം ഇല്ലാതെയാവുന്നവർ വിജ്ഞാനാനന്ദത്തിലേക്ക് മാറും, ഒരു തത്വം. 2, ലൈംഗികാനന്ദത്തെക്കാൾ എത്രയോ മുകളിലാണ് വിജ്ഞാനാനന്ദമുള്ളത്. അവിടെയാണ് ലൈംഗികാനന്ദം പരാജയപ്പെടുന്നവർക്ക് വിജ്ഞാനാനന്ദത്തിലേക്ക് തിരിയുന്നത്. ഇത് ഓശോ പറഞ്ഞിട്ടുണ്ട്. ഓശോ പറഞ്ഞിട്ടുണ്ടെന്നാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. ബ്രഹ്മാവിനെ കുറിച്ചുള്ള അറിവ് ഏറ്റവും വലിയ ആനന്ദമാണ്. ബ്രഹ്മാവിനെ കുറിച്ചുള്ള അറിവിനെയാണ് മഅരിഫത്തിന്റെ ഉലൂമുകൾ എന്ന് പറയുന്നത്. മഅരിഫത്തിന്റെ ഉലൂമുള്ള ഒരാൾക്ക് ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിന്റെ ആവശ്യമില്ല. ഇത് ഇസ്ലാമിന്റെ മാത്രം തത്വമല്ല, ലോകത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഈ തത്വം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധിയിൽ ഉയർന്നവർക്ക് ലൈംഗികത ആവശ്യമില്ല എന്ന എല്ലാ തത്വങ്ങളും പറയുന്നത്. ഞാനൊരു മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞാൽ അത് ആക്ഷേപാവും തോന്നുന്നത് പറയാത്താണ്. വിശുദ്ധിയിൽ ഉയർന്നവർക്ക് ഭർത്താവ് ആവശ്യമില്ല. അത് എല്ലാ മതങ്ങളിലും ഉണ്ട്. ഹിന്ദു മതത്തിലും ബുദ്ധ മതത്തിലൊക്കെ തുടങ്ങിയ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും വെച്ച് കാണാൻ പറ്റും. വിശുദ്ധിയിൽ ഉയർന്നവർക്ക് ഭർത്താവ് ആവശ്യമില്ല. ഭർത്താവ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ലൈംഗികമായ ബന്ധത്തിലേക്ക് ആവശ്യമില്ല. 2210 ഹദീസുകളാണ് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2210 ഹദീസുകൾ. ഇസ്ലാം ദീനിൽ പഠിക്കാൻ പ്രയാസമുള്ള എല്ലാ വിഷയങ്ങളും ആയിഷ ബീവി അവതരിപ്പിച്ചു. ഇസ്ലാം ദീനിൽ പഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള വിഷയമാണ് ആത്മാവിനെ കുറിച്ചുള്ള പഠനം, റൂഹിനെ കുറിച്ചുള്ള പഠനം.
ആയിഷ ബീവിയാണ് കെട്ടേക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നിങ്ങളും തമ്മിലുള്ള ആനന്ദ ബന്ധം എന്താണെന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് തന്നെ ആദ്യം തുമൈനത്തിട്ടുള്ളൂ. അത് നമ്മൾക്കും ആണല്ലോ തുമൈനത്തിൽ അല്ലെങ്കിൽ നമ്മൾക്കും തോന്നുന്നുണ്ട് ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അതിനകത്ത് ശരിയാണ്. അപ്പൊ ആയിഷ ബീവിന് അത്ര ചെറുപ്പത്തിൽ കിട്ടിയത് ശരിയല്ല. നമുക്കും തോന്നാതിരിക്കണമെങ്കിൽ എന്താണ് ലൈംഗികത? ലിംഗം കൊണ്ട് മാത്രമാണ് ആനന്ദം എന്ന് മനസ്സിലാക്കരുത്. വേറെ ഒരുപാട് വഴിയില്ല. നമ്മക്ക് നടക്കൂലെന്ന് കരുതിയിട്ട് ലിംഗം കൊണ്ട് മാത്രം നടക്കുന്നവൻ അവന്റെ അനുഭവവും അളവ് പോലെ വിളിച്ചിട്ട് മുഹമ്മദ് നബി അളന്നതാണ് പ്രശ്നം. ഓന്റെ നേരം വെച്ചിട്ടാണ് മുഹമ്മദ് നബി മതങ്ങൾ അളന്നത്. അത് പ്രശ്നം വെച്ച് അതാണ് പ്രശ്നം വെച്ചത്. അവന്റെ അളവ് പോലെ നടന്നു. അവന്റെ അളവ് പോലെ വെച്ചിട്ട് എങ്ങനെ നടത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ തന്നെ ഒരിക്കൽ നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെക്കാൾ എന്താണ് ആയിഷക്ക് പ്രത്യേകതയുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചല്ലാതെ എനിക്ക് വഹി ഇറങ്ങിയിട്ടില്ല. വഹി ഇറങ്ങണമെങ്കിൽ ആ വഹി പറയാൻ പറ്റിയ ഒരാളടുത്തുണ്ടാവുന്നതാണ്. വഹി അറിയുന്നത് വഹി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളടുത്തുണ്ടാവുമ്പോഴാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ടല്ലാതെ എനിക്ക് വഹി വേറൊരു ഭാര്യയുടെയും വീട്ടിൽ വെച്ച് എനിക്ക് വഹി ഇറങ്ങിയിട്ടില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലികത്തിന്റെ ഈമിൽ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദമാണ് യഥാർത്ഥത്തിൽ നിബിധങ്ങളിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അനുഭവിച്ചത്. ഇതാണ് അനുഭവിച്ചത്. വളരെ നന്നായി അനുഭവിച്ചു. എന്ന് മുതൽ 6ാമത്തെ വയസ്സ് മുതൽ അത് അനുഭവിച്ചു തുടങ്ങി. 6ാം വയസ്സാണല്ലോ ഇപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ പ്രായം. ഇപ്പോഴും വിജ്ഞാനം കൊടുക്കുന്ന പ്രായമാണ്. 6 മുതൽ നബിതങ്ങളിൽ നിന്ന് മഅരിഫത്തിന്റെ ഗുരുമുകൾ അനുഭവിച്ചു തുടങ്ങി. 9 മുതൽ അത് നേരെ അനുഭവിച്ചു. നബിതങ്ങളുടെ വഫാത്തിന്റെ സമയം വരെയും അനുഭവിച്ചു. വഫാത്താകുന്നതും ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ്. ആയിഷ ബീവിന്റെ മടിയിൽ നിന്ന് തലവെച്ച് കിടന്നുകൊണ്ടാണ്.